അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കൊക്കെ അറിയാവോ? ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത അറിയാത്തവർക്ക് വേണ്ടി പറയുവാണ്. ഇന്ന് ജൂലൈ 13 നമ്മുടെ റോസാമിസ്റ്റിക്ക മാതാവിന്റെ തിരുനാളാണ് കേട്ടോ. അപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും റോസാമിസ്റ്റിക്ക മാതാവിനെ കുറിച്ച് അറിയായിരിക്കും. റോസാമിസ്റ്റിക്ക മാതാവിനെ മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുന്നവർ ഒത്തിരി പേരുണ്ടാവും കേട്ടോ. നമ്മൾ കൃപാസന മാതാവിനെ പോലെ തന്നെ, അതായത് കൃപാസനത്തിൽ ഗ്രേ കളറിൽ പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ അന്ന് 1947 ഈ ഇറ്റലിയിലെ ഒരു നേഴ്സിന് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. ഒരുപാട് തവണ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നീട് അത് 1940 ശേഷം 1966 മാതാവ് ആ നേഴ്സിന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ നേഴ്സിന് പ്രധാനമായിട്ടും പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ ഒരു ദിവസം ജൂലൈ 13 അതായത് 3 റോസാപ്പൂക്കളുമായിട്ടാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് റോസാമിസ്റ്റിക്ക മാതാവ് എന്ന് പറയുന്നത്. വെള്ള റോസ് പ്രാർത്ഥനയെ സൂചിപ്പിക്കുന്നു, അതുപോലെ ചുമന്ന റോസ് പരിത്യാഗത്തെയും, അതുപോലെ സുവർണ്ണ നിറത്തിലുള്ള റോസ് പാവപരിഹാരത്തെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പം മാതാവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് നന്നായിട്ട് പ്രാർത്ഥിക്കാനും പാവപരിഹാരം ചെയ്യാനും പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കാനുമാണ് മാതാവ് പറഞ്ഞത്. അന്നത്തെ മാതാവിന്റെ പ്രത്യക്ഷത്തിന്റെ പ്രധാന ലക്ഷ്യവും പ്രധാന ഉദ്ദേശവും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വൈദികർക്കും സന്യസ്തർക്കും സമർപ്പിതർക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് മാതാവ് പറഞ്ഞത് അന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് സന്യസ്ത ജീവിതത്തിൽ നിന്നും അതായത് പൗരോഹിത്യത്തിൽ നിന്നൊക്കെ മാറിപ്പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം ആഗ്രഹിച്ചു. അപ്പൊ അതിനനുസരിച്ചാണ് മാതാവ് നമുക്ക് അവിടെ പ്രത്യക്ഷപ്പെട്ട് ഈ ലോകത്തിന് ഈ സന്ദേശം തന്നത്. അപ്പം നമ്മൾ മാതാവിന്റെ മധ്യസ്ഥ നേടി പ്രാർത്ഥിക്കുന്ന നമ്മളെല്ലാവരും ഇന്ന് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജപമാല ചൊല്ലിയിട്ട് നമ്മൾ സന്യസ്തർക്കും സമർപ്പിതർക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. എന്നും നമ്മൾ നമ്മുടെ ദൈവങ്ങൾക്ക് വേണ്ടിയല്ലേ പ്രാർത്ഥിക്കുന്നത്. ഇന്ന് നമ്മൾ സന്യസ്തർക്കും അതേപോലെ ഇതുപോലെ പൗരോഹിത്യ ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നവർക്കൊക്കെ വേണ്ടി നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കാരണം ഇവരൊക്കെയാണ് നമ്മളെ പ്രാർത്ഥനയിൽ മുമ്പോട്ട് പോകാൻ നമ്മളെ നയിക്കുന്നത്. അപ്പൊ ഇവരൊക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഇവരെയൊക്കെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പൊ നിങ്ങളെല്ലാം ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഇന്ന് എനിക്ക് ഞങ്ങളുടെ പള്ളിയിൽ കുർബാനയും കാര്യങ്ങളൊക്കെ വൈകിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, പക്ഷെ ഞാൻ കുർബാനയ്ക്ക് പോയിട്ടേ പോകത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്കും പറ്റുന്നവരാണെങ്കിൽ നിങ്ങളും എന്തൊക്കെ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ കുർബാനയിൽ ജപമാല ചൊല്ലാൻ പറ്റുമെങ്കിൽ ജപമാല, ബൈബിൾ വായിക്കാൻ പറ്റുമെങ്കിൽ ബൈബിൾ വായിക്കുക. ഇങ്ങനെയൊക്കെ വായിച്ചും കൂടിയും നിങ്ങൾ ഈ സമർപ്പിതർക്കും സന്യസ്തർക്കും പൗരോഹിത്യ ജീവിതം നയിക്കുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാവേ. ബൈ.